അതിൽ ശ്രേഷ്ഠമായ ഒരു വലിയ അനുഗ്രഹാവസ്ഥയിലേക്ക് മരണം കഴിഞ്ഞ് നമ്മൾ സ്വീകരിക്കപ്പെടുകയാണ്. മരണാനന്തരം ഒരു ജീവിതമുണ്ട്. അങ്ങനെയെങ്കിൽ അവർ എവിടെയാണ്, എന്ത് ചെയ്യും? കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ എല്ലാവരും പുനരുദ്ധാനം ചെയ്ത് ആത്മാവും ശരീരവും തമ്മിൽ യോജിച്ച് ദൈവസന്നിധിയിൽ നിൽക്കുന്ന ആ വലിയ ഭാഗ്യാവസ്ഥയെ സംബന്ധിച്ചാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ മരിച്ചവരൊക്കെ ഉയർത്തെഴുന്നേൽക്കും. ആ ശരീരങ്ങളിലേക്ക് ആത്മാക്കൾ തിരികെ പ്രവേശിക്കും. ആ വലിയ ഗണത്തോടെ നിരയോടെ ചേർന്ന് നിൽക്കുവാനാണ് നിൻ്റെ നിയോഗവും നിൻ്റെ വിളിയും. ഈ ലോകത്തിലെ ദൗത്യം പൂർത്തീകരിച്ച ശേഷം സൗഭാഗ്യമകരമായ വേറൊരവസ്ഥയിലേക്ക് സ്വീകരിക്കപ്പെടുന്ന സന്ദർഭം നമുക്ക് ലഭ്യമാവുക എന്ന് പ്രത്യേകം നാം ഓർക്കണം.